ലിയാക്കത്തെ, നിങ്ങൾ ഇത്തരത്തിൽ ഒളിച്ചോട്ടം നടത്തിക്കൊണ്ട് ഇപ്പോഴും ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യന് ചേർന്ന പരിപാടിയല്ല. ഇന്ന് രാവിലെയാണ് നിങ്ങളുടെ ഒരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തരുന്നത്. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ചാനലിൽ കയറി നോക്കുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സജീവമായിക്കൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ നിങ്ങളുടെ ചാനലിൽ യാതൊരു വീഡിയോകളും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചിരുന്നു. എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും അസുഖമാണോ, യാതൊരു വീഡിയോകളും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു അസുഖത്തിൻ്റെ പേരിൽ റെസ്റ്റിലായിരുന്നു. നിങ്ങൾ പറഞ്ഞത് ഡോക്ടർ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ നാളത്തേക്ക് എൻ്റെ ചാനലിൽ വീഡിയോകൾ ഒന്നും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അസുഖമെല്ലാം മാറിയതിനു ശേഷം നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത് പോന്നിരുന്ന 2-3 കാര്യങ്ങളുണ്ട്, അത് പാതി വഴിയിൽ നിൽക്കുകയാണ്. നിങ്ങളാണ് ഇനി മറുപടി പറയേണ്ടത്. ഞാൻ വിചാരിച്ചു ആ വിഷയത്തിൽ നിങ്ങളുടെ അസുഖമെല്ലാം മാറിയതിനു ശേഷം നിങ്ങൾ വീഡിയോകൾ ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ഞാൻ കയറി നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിഷയത്തിൽ ഒന്നും തൊട്ടിട്ടില്ല. നിങ്ങൾ സംസാരിക്കുന്നത് വീണ്ടും എന്തൊക്കെയോ ഇസ്ലാമിക വിമർശനമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം വിഷയങ്ങളാണ് നിലവിൽ പാതി വഴിയിൽ നിൽക്കുന്നത് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നിങ്ങളാണ് പറഞ്ഞത് ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് കളിമണ്ണ് കുഴച്ചിട്ടാണ്. ദൈവം എങ്ങനെയായിരുന്നു കളിമണ്ണ് കൂട്ടിക്കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുവെന്ന് നിങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനത്തിലാണ്? ഇനിയിപ്പോൾ ഹദീസിലാണ് പറയുന്നതെങ്കിൽ ഏത് ഹദീസിലെ എത്രാമത്തെ വചനത്തിലാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ കൃത്യമായിക്കൊണ്ട് നിങ്ങളത് കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ നൽകാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾ അതിന് മറുപടി ആയിക്കൊണ്ട് 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോകളൊക്കെ ചെയ്തു. പക്ഷേ ഒരിടത്ത് പോലും ഇത്രാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ വചനം എന്ന് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് പറയുന്നത്, ലിയാക്കത്തെ, എനിക്ക് പ്രസംഗമല്ല കേൾക്കേണ്ടത്, 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമല്ല കേൾക്കേണ്ടത്. എനിക്ക് കേൾക്കേണ്ടത് ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനത്തിലാണ്? ഇനിയിപ്പോൾ ഹദീസിലാണെങ്കിൽ ഏത് ഹദീസിലെ എത്രാമത്തെ വചനത്തിലാണ് ഇത്തരത്തിൽ മനുഷ്യ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത്? മണ്ണിങ്ങനെ കുഴച്ചിട്ടാണ്, ദൈവം ഇരുന്ന് മണ്ണ് കുഴച്ചിട്ടാണ് എന്ന് ഏത് ഹദീസിലെ എത്രാമത്തെ വചനത്തിലാണ്? നിങ്ങൾ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന, നിങ്ങൾ അത് കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ആ 10,000 രൂപ ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഏത് അധ്യായത്തിലെ എത്രാമത്തെ വചനത്തിലാണ് ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ അത് പറയുന്നത് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ തരൂ, ഞാൻ നിങ്ങൾക്ക് ആ പൈസ അയച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ എന്തിനാണ് ഒളിച്ചോട്ടം നടത്തുന്നത്? ഇനി രണ്ടാമത്തെ വിഷയമാണ് മനുഷ്യരുടെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ പറഞ്ഞു നിലവിലുള്ള മനുഷ്യൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത് ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈനർ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഡിസൈൻ ആക്കാമായിരുന്നു. കാരണം അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച 2 സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ ലൈംഗിക അവയവം എന്ന് പറയുന്നത് ഒരു നല്ല ഡിസൈനർ ആയിരുന്നുവെങ്കിൽ നിലവിലുള്ള സ്ഥാനത്തിനേക്കാൾ മറ്റൊരു സ്ഥാനത്തായിരുന്നു അത് വരേണ്ടത്. നിലവിലുള്ള ഈ ഒരു അവസ്ഥയേക്കാൾ മറ്റൊരു ഘടനയിലായിരുന്നു പുരുഷൻ്റെ ലൈംഗിക അവയവം വരേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈൻ നിങ്ങൾ കാണിക്കൂ. നിലവിലുള്ളതിനേക്കാൾ മികച്ച രീതിയിൽ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതൊന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയും അങ്ങനെ ഇതിനേക്കാൾ മികച്ച ഒരു ലൈംഗിക അവയവമോ ഇതിനേക്കാൾ മികച്ച ഒരു പൊസിഷനോ, ഇപ്പോൾ നിലവിൽ പുരുഷന്മാർക്കുള്ള ലൈംഗിക അവയവത്തിൻ്റെ പൊസിഷനേക്കാൾ മികച്ച ഒരു പൊസിഷനോ നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു ഡിസൈനിങ് പോരായ്മ കൂടി പറഞ്ഞിരുന്നു, മനുഷ്യൻ്റെ ശ്വസനനാളം. അത് ഇതിനേക്കാൾ മികച്ച ഒരു ഡിസൈനർ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഘടനയിൽ നമ്മുടെ മനുഷ്യൻ്റെ ശ്വസനനാളം നിർമ്മിക്കാമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അവിടെയും ഞാൻ ചോദിച്ചു, ഇതിനേക്കാൾ മികച്ച ഒരു ശ്വസനനാളം നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കൂ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ കൂടി ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ വന്ന് പറഞ്ഞത് എനിക്ക് 10,000 കിട്ടിയിട്ട് കാര്യമില്ല, കാരണം ഡിസൈൻ ചെയ്യുന്നതിന് പൈസ ചെലവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താണ് അപ്പോൾ പറഞ്ഞത്? ഈ 2 ഡിസൈനിന്റെ കാര്യം, ഡിസൈനിന് ശരിയായ പൈസ ചെലവുണ്ട്. നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു സർവീസ്, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. അത് ഷജീർ പറഞ്ഞ ഒരു 10,000-ന് ഇങ്ങനെ തോറ്റാലും തരുന്ന ഉറപ്പില്ലാത്തൊരു 10,000 വെച്ചിട്ട് നമുക്ക് ഒരു ഡിസൈനിങ് പരിപാടിയിലേക്കൊന്നും കടക്കാൻ പറ്റില്ല ഷജീർ. അതിനൊക്കെ കുറെ പരിമിതിയുണ്ട്. നിങ്ങൾ ഈ 10,000-ന്റെ കാര്യത്തിൽ തീരുമാനമാക്ക്. അപ്പോൾ നമുക്ക് മനുഷ്യന് ഏറ്റവും മികച്ച മാതൃക ഡിസൈൻ ചെയ്യുന്നതിനുള്ള കോസ്റ്റ് ഞാൻ പറയാം, സമ്മാനത്തുക. മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കുന്നത്. 10 റുപ്യ സമ്മാനം കിട്ടുന്നതിൽ മത്സരിക്കണോ 1 കോടി സമ്മാനം കിട്ടുന്നതിൽ മത്സരിക്കണോ എന്ന് മത്സരാർത്ഥിയാണല്ലോ തീരുമാനിക്കുന്നത്. അത് കാണിക്കാൻ 10,000 രൂപ പോരാ എങ്കിൽ എത്ര പണമാണ് വേണ്ടത് എന്നത് പറയൂ ലിയാക്കത്തെ. എന്തിനാണ് ഈ ഒളിച്ചോട്ടം? ഇങ്ങനെയൊക്കെ ഒളിച്ചോട്ടം നടത്തിക്കൊണ്ട് വീണ്ടും വന്നുകൊണ്ട് ഇസ്ലാമിക വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത്തെ നമ്മുടെ വിഷയമാണല്ലോ പ്രവാചകന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട്, പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട്. മുഹമ്മദ് നബി എന്ന് പറയുന്നത് ദൈവദൂതനാണോ എന്ന ചർച്ച നമ്മൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത് പ്രവാചകന്മാരുടെ തന്നെ ആവശ്യമുണ്ടോ
എന്ന സബ്ജക്റ്റാണ് ഞാൻ ആ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ അതേ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ഈ ഒരു സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്നത് പ്രവാചകന്മാരുടെ തന്നെ ആവശ്യം മനുഷ്യ പരമ്പരക്ക് ആവശ്യമില്ല എങ്കിൽ പിന്നെ മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല. ഞാൻ ആ ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കാം, നിങ്ങളും അത് കണ്ടു നോക്കുക. ഞാൻ വളരെ ഓപ്പൺ ആയിട്ടാണ് അതിനകത്ത് സംസാരിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിലും ലിയാഖത്ത് അലി ഒരു ഒളിച്ചോട്ടം നടത്തുകയാണ് ചെയ്തത്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം ഇതുവരെ മാസങ്ങളായി ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇതുവരെ അദ്ദേഹം ഒരു വീഡിയോയും അതിൻ്റെ ഒരു പ്രതികരണമായി കൊണ്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്ന സമയത്താണ് ഞാൻ ഇദ്ദേഹത്തിന് ഒരു വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നത്. ആ വോയിസ് മെസ്സേജ് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ലിയാഖത്തെ നമസ്കാരം. നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത് റിസാലത്തായിരുന്നു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. റമദാൻ വന്നു, ഞാനും കുറച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയി, അതങ്ങനെ പറ്റിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ പാട്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രവാചകന്മാരുടെ ആവശ്യം എന്താണ് എന്നതായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഞാനത് ചർച്ചയ്ക്ക് എടുത്തത്. കാരണം അങ്ങനെ പ്രവാചകന്മാരുടെ ആവശ്യം മനുഷ്യർക്ക് ഇല്ലെങ്കിൽ പിന്നെ മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പോർഷൻ ആദ്യം സംസാരിച്ച് വെച്ചത്. അപ്പോൾ നിങ്ങളത് വീഡിയോ ചെയ്തില്ല. നിങ്ങളുടെ ഒരു അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഓപ്പണായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ അഥവാ ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഒന്ന് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഒന്ന് പറയുമോ? നിങ്ങൾ പറയണ കാര്യങ്ങളൊന്നും നമ്മളല്ല വേറെ ഇതിലൊന്നും ചെയ്യില്ല കേട്ടോ. അതായത് ഞാൻ അമാനത്തുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരിക്കലും ഒരു വോയിസ് അങ്ങനെ ലീക്ക് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യൊന്നുമില്ല. എനിക്ക് അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. ആ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എനിക്ക് കിട്ടുന്നത് എൻ്റെ പഠനത്തെ കൂടുതൽ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഇദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ്. എന്തിൽ നിന്നെല്ലാമാണ് ഇദ്ദേഹം ഒളിച്ചോടിയിരിക്കുന്നത്? ഇപ്പോൾ ഖുർആനിൽ അദ്ദേഹമാണ് പറഞ്ഞത് ഇസ്ലാം ഇങ്ങനെ പഠിപ്പിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണ് കുഴച്ചിട്ടാണ്, ദൈവം മണ്ണ് കുഴച്ചിട്ടാണ് എന്ന് ഇദ്ദേഹമാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് തെളിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ്. രണ്ടാമതായി കൊണ്ട് നിലവിലുള്ള ഡിസൈൻ വളരെ മോശമാണ്, ഒരു നല്ല ഡിസൈനർ ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു പുരുഷ ലിംഗവും ഇതിനേക്കാൾ മികച്ച ശ്വസനനാളവും ഒക്കെ സാധ്യമായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ മികച്ചതൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നും അദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ്. മൂന്നാമതായി കൊണ്ട് റിസാലത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ അതിൽ നിന്നും ഇദ്ദേഹം ഒളിച്ചോടിയിരിക്കുകയാണ്. ലിയാഖത്തെ, നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ കാണിക്കുക. ഖുർആനിലെ ഇത്രാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മണ്ണ് കുഴച്ചിട്ടാണ് എന്ന് ഇത്രാമത്തെ അധ്യായത്തിലെ ഇത്രാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതല്ല എങ്കിൽ നിങ്ങൾ പറയേണ്ടത് എനിക്കത് തെറ്റുപറ്റിയതാണ്, അങ്ങനെ മണ്ണ് കുഴച്ചിട്ടാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾ തുറന്നു പറയണം. രണ്ടാമതായിക്കൊണ്ട് നിലവിലുള്ള ഡിസൈനേക്കാൾ മികച്ച ഒരു ഡിസൈൻ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും മികച്ച ഡിസൈൻ എന്ന് പറയാനുള്ള മാന്യതയെങ്കിലും നിങ്ങൾ കാണിക്കണം. മൂന്നാമതായിക്കൊണ്ട് റിസാലത്തുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ ആവശ്യം മനുഷ്യകുലത്തിനുണ്ടോ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പ്രതികരണം നിങ്ങൾ നടത്തേണ്ടതുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ലിയാഖത്തെ, ഒരല്പം അന്തസ്സ് കാണിക്കണ്ടേ, ഒരല്പം ആത്മാഭിമാനം ഉണ്ടാകണ്ടേ? ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന പരിപാടി വളരെ മോശമാണ് എന്ന് വിനയത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.